ഹായ്, എൻ്റെ പേര് അർച്ചന രവി. ഞാൻ മിസ് സൗത്ത് ഇന്ത്യ 2025 ഡയറക്ടറാണ്. സോ ഈ വർഷം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചേഞ്ചസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഈ സൗന്ദര്യ മത്സരങ്ങളിൽ ആൾക്കാരായിട്ട് കുറേ ഉണ്ടാക്കിയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് ഇന്ന കളർ ആയിരിക്കണം, ഇന്ന ഹൈറ്റ് ആയിരിക്കണം, ഇന്ന വെയിറ്റ് ആയിരിക്കണം, ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കണം എന്നാണ് ഈ കഴിഞ്ഞ 50-60 വർഷമായിട്ട് എല്ലാ സൗന്ദര്യ മത്സരങ്ങളും നടക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ എന്ന് പറയാം, ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഒരു ഹൈറ്റ് ക്രൈറ്റീരിയ ഇല്ല, ഒരു വെയിറ്റ് ക്രൈറ്റീരിയ ഇല്ല, ഒരു രജിസ്ട്രേഷൻ ഫീസും ഇല്ല, ഒന്നും ഇല്ലാണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 22 ഗേൾസിന്, അതായത് സൗത്ത് ഇന്ത്യയിലുള്ള 5 സ്റ്റേറ്റ്സിലെ 22 ഗേൾസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞങ്ങൾ എൻ്റെയും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസസ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാജൻസ് ആയിരുന്നു. ഞാൻ മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ ടോപ്പ് 10 ആയിരുന്നു, ഫെമിന മിസ് ഇന്ത്യ ടോപ്പ് 3 ആയിരുന്നു. ഈവൻ ഈ കോമ്പറ്റീഷൻ 2016 ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. സോ ഞാനും സഞ്ചരിച്ച എൻ്റെ ആ ഒരു എക്സ്പീരിയൻസസിൽ വളരെയധികം ആൾക്കാർ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നു, കുട്ടികളെ വളരെ രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്നു, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം മിസ് സൗത്ത് ഇന്ത്യ 2025 ബിയോണ്ട് ബൗണ്ടറീസ് ബിയോണ്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 13 ദിവസത്തെ പ്രോഗ്രാമാണ്. 10 ദിവസം കേരളത്തിലും 4 ദിവസം ബാംഗ്ലൂരിലായിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ CSR ഇനീഷ്യേറ്റീവ് ആക്ടിവിറ്റിയാണ്. എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷെ ആരും ചെയ്യാറില്ല. പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ കമ്മ്യൂണിറ്റി ഫണ്ട് ചെയ്തിട്ട് NICU ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് വെന്റിലേറ്റേഴ്സ് റൂറൽ ഹോസ്പിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യാണ്. ആ ഡൊണേഷൻ നടക്കാൻ പോകുന്നത് 30 സെപ്റ്റംബർ വുഡ് ആപ്പിൾ ബൈ ആർട്ടിസ്ട്രിയിൽ ഹൈബീഡൻ സർ ആയിരിക്കും ഒഫീഷ്യലി അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നു.